ചാപ്റ്റർ 1 ഗുൽമോഹർ കാ ജന്മദിൻ. ആദ്യം ഒരു ലെറ്ററാണ്. കശ്യപ് നിവാസ്, ജുഹു, മുംബൈ, 4 മെയ് 2014 2014. ആദ്യം സ്ഥലം കൊടുക്കും, വീട് പേര്, പിന്നെ സ്ഥലം, പിന്നെ ഡേറ്റ്. പിന്നെ പ്രിയ നിർമ്മൽ, ആരെയാണോ സംബോധിക്കുന്നത് അവരുടെ പേര്. ഇപ്പോൾ നിർമ്മലിനാണ് കത്ത്. नमस्ते, परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. मैं उसकी वर्षगांठ मना रही हूँ. तुम ज़रूर आना. परसों शाम को 4:30 बजे. तुम्हारी मीना. മീന നിർമ്മലിന് എഴുതുന്ന കത്താണ്. നമസ്തേ, നമസ്കാരം. പർസോ, മറ്റന്നാളെ, ഡേ ആഫ്റ്റർ ടുമോറോ. मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन, 5th जन्मदिन, बर्थडे. मैं उसकी वर्षगांठ मना रही हूँ. ജന്മദിൻ്റെ വേറൊരു പേരാണ് വർഷഗാंठ, ബർത്ത്ഡേ. തും ജറൂർ ആന, നീ തീർച്ചയായും വരണം. परसों शाम को 4:30 बजे. शाम को ഈവനിങ്. ഡേ ആഫ്റ്റർ ടുമോറോ, മറ്റന്നാളെ വൈകുന്നേരം 4:30 4:30 മണിക്ക്. ഹലോ ഹലോ നിർമ്മൽ, कैसी हो? മീന വിളിക്കുന്നതാണ് നിർമ്മലിനെ. तुम्हें मेरी चिट्ठी मिल गई? എൻ്റെ ലെറ്റർ കിട്ടിയോ? हाँ, इसलिए तो टेलीफोन कर रही हूँ. मुझे तुम्हारी चिट्ठी समझ में ही नहीं आई. किसका जन्मदिन है? हाँ, മീന പറഞ്ഞു. അതെ, എനിക്ക് ലെറ്റർ കിട്ടി, പക്ഷെ എനിക്ക് ലെറ്റർ ഒന്നും മനസ്സിലായില്ല. ആരുടെ ബർത്ത്ഡേ ആണ്? അരേ, ലിഖാ തോ താ ചിട്ടി മേ ഹമാരെ ഗുൽമോഹർ കെ പേട് കാ. അയ്യോ, ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ഗുൽമോഹറുടെ ബർത്ത്ഡേ ആണെന്ന്. ഗുൽമോഹർ കെ പേട് കാ. അരേ, कोई पेड़ का भी जन्मदिन मनाता है? कोई पेड़ का भी जन्मदिन मनाता है? ഗുൽമോഹർ ട്രീൻ്റെയോ? ആരെങ്കിലും ഈ മരത്തിൻ്റെ ബർത്ത്ഡേ ഉണ്ടാക്കാറുണ്ടോ? തും മേരെ സാത്ത് മസാഖ് തോ നെഹി കർ രഹി. മസാഖ്, കളിയാക്ക. നീ എൻ്റെ കൂടെ കളിയൊന്നും അല്ലല്ലോ ചെയ്യണത്. സച്ച് സച്ച് ബതാओ മീന. ശരിക്കും പറയൂ മീന. സച്ച്, മേ മസാഖ് നെഹി കർ രഹി. ഞാൻ സത്യ പറയണേ, ഞാൻ ഒരു കളിയല്ല പറയണത്. പർ പേട് കാ ജന്മദിൻ ക്യൂ മനാ രഹി ഹോ? പക്ഷെ മരത്തിൻ്റെ ജന്മദിനം എന്തിനാ ആഘോഷിക്കുന്നത്? ഇസ്കി ഏക് കഹാനി ഹേ. അതൊരു വലിയ കഥയാണ്. ബസ് തും ജറൂർ ആനാ, മേ തുമ്ഹെ സാരി കഹാനി ബതാ ദൂംഗി. നീ തീർച്ചയായും വായോ, ഞാൻ നിനക്ക് മുഴുവൻ കഥയും പറഞ്ഞു തരാം. അച്ഛാ, ജറൂർ ആവുങ്കി. ശരി, ഞാൻ എന്തായാലും തീർച്ചയായും വരും. गुलमोहर का जन्मदिन 6 मई की शाम. 6th मई इवनिंग. ओके. मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. मीनയുടെ വീട്ടിൽ, വീട്, ബഗീച്ച, ഗാർഡൻ, ഗുൽമോഹർ കെ പേട് കെ നീച്ചെ ഏക് ദരി, ഒരു ഡെറി. മീനയുടെ വീടിൻ്റെ താഴെ ഗാർഡനിൽ ഈ ഗുൽമോഹർ ട്രീയുടെ അടുത്ത് ഒരു ഡെറി വിരിച്ചിട്ടുണ്ട്. ദരി പർ സഫേദ് ചാദർ ഹേ. സഫേദ്, വെള്ള കളറിൽ, ചാദർ, ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ. ഏക് ഓർ ഖാനെ പീനെ കി ചീജെ രഖി ഹേ. ഒരു സൈഡിൽ ഖാനെ പീനെ കി ചീജെ, കഴിക്കാനുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട്. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം, ബാനു ഓർ ഷീല ബാത്തേ കർത്തി ചലി ആ രഹി ഹേ. ഇവരൊക്കെ മീനയുടെ ഫ്രണ്ട്സാണ്. അവരൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. सबके हाथों में उपहार है. उपहाർ, ഗിഫ്റ്റ്. എല്ലാവരുടെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ട്. ബർത്ത്ഡേക്കല്ലേ വരുന്നത്. മീന, ദിഖാओ तो वह गुलमोहर कहाँ है? നിർമ്മൽ ബോലി. നിർമ്മൽ ചോദിച്ചു, മീന, ഒന്ന് കാണട്ടെ ആ ഗുൽമോഹർ എവിടെയാണെന്ന്. आओ आओ, ये देखो. വരൂ വരൂ, ഇത് നോക്ക്. മീനാനെ ബഗീച്ചെ में उन्हें गुलमोहर का वृक्ष दिखाया. മീന ഗാർഡനിൽ ആ ഗുൽമോഹർ മരം കാണിച്ചു കൊടുത്തു. कोमल कोमल पत्तियों वाला एक सुंदर वृक्ष. कोमल कोमल, सॉफ्ट सॉफ्ट, പത്തിയ, ലീഫ്, സുന്ദർ വൃക്ഷ്, സുന്ദരമായ ഒരു മരം. നല്ല സോഫ്റ്റ് ഇലയുള്ള ഒരു സുന്ദരമായ വൃക്ഷം. पत्तियों के बीच में से लाल और केसरिया रंग के सुंदर फूल
झांक रहे थे। मानो मीना की सहेलियों को देखकर धीमे धीमे मुस्कुरा रहे हैं। പത്തിയോं के बीच में से ഇലകളുടെ ഇടയിൽ നിന്ന് ഒരു ലാൽ റെഡ് और കേസരിയ സാഫ്രൻ കളറുടെ സുന്ദർ ഫൂൽ നല്ല പൂക്കൾ ജാഗ് രഹേ തെ ഇലകളുടെ ഇടയിൽ നിന്ന് ഒളിഞ്ഞു നോക്കണ മാതിരി ഉണ്ടായിരുന്നു. മാനോ മീന കി സഹേലിയോങ്കോ എങ്ങനെയാ തോന്നുന്നുണ്ടായിരുന്നത്? മീനയുടെ ഫ്രണ്ട്സിനെ നോക്കി ധീമേ ധീമേ മുസ്കുരാന മന്ദം മന്ദായിട്ട് പുഞ്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. मीना की सहेलियाँ उसके घर पहुँची. मीनയുടെ ഫ്രണ്ട്സ് അവരുടെ വീട്ടിലെത്തി. बगीचे के सामने एक पोस्टर लगाया था. वह पोस्टर कैसा होगा? ഗാർഡൻ്റെ മുമ്പിൽ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്ററിൻ്റെ ഒരു ഫോർമാറ്റിൽ അങ്ങനെ അതെങ്ങനെയുണ്ടാവും? വർഷഗാണ്ട് ബർത്ത്ഡേ. ആ പോസ്റ്ററിൽ ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. മേരാ പോസ്റ്റർ ഗുൽമോഹർ की वर्षगांठ से संबंधित है. ഈ ബർത്ത്ഡേ കുറിച്ചായിരിക്കണം അതിലെ ടോപ്പിക്. സ്ഥാൻ താരീഖ് സമയ ആദി കാ ഉല്ലേഖ് ഹേ. സ്ഥാൻ സ്ഥലം, താരീഖ് ഡേറ്റ്, സമയ ടൈം അതിലുണ്ടായിരിക്കണം. ആകർഷക് ഹെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഇതൊരു എക്സാമ്പിളാണ് പോസ്റ്ററുടെ. ഇതുപോലെ ജന്മദിൻ നിമന്ത്രൺ ബലൂൺസൊക്കെ വെച്ച് കേക്കൊക്കെ വെച്ച് ഇവിടെ ഇപ്പോൾ 3 വരച്ചിട്ടുള്ളൂ. 5 വരച്ച് നല്ല കളർഫുള്ളായിട്ട്. ഗുൽമോഹർ की 5वीं वर्षगांठ समारोह. സമയം കൊടുക്കണം 6 मई 2014 शाम 4:30 बजे. स्थल कश्यप निवास. सबका स्वागत. जून 5 विश्व पर्यावरण दिवस वर्ल्ड एनवायरनमेंट डे. जन्मदिन की बधाई हो गुलमोहर. निर्मल ने हंसकर कहा. निर्मലിന് മനസ്സിലായില്ലല്ലോ. അപ്പം നിർമ്മൽ ചിരിച്ച് ഒരു കളിയാക്കണ വിധത്തിൽ പറഞ്ഞു. वेरी हैप्पी बर्थडे गुलमोहर. मीना अब बताओ गुलमोहर का जन्मदिन क्यों मना रही हो? निर्मल ने पूछा. निर्मल ചോദിച്ചു, ഇനി പറയൂ ഈ ഗുൽമോഹറുടെ ബർത്ത്ഡേ എന്തിനാ ഉണ്ടാക്കുന്നത്? ये बेचारा पिछले रविवार को ही कटा जाने वाला था. ബിച്ചാര പാവം രവിവാർ സൺഡേ. ഈ പാവം മരം കഴിഞ്ഞ ഞായറാഴ്ച തന്നെ വെട്ടാൻ പോവായിരുന്നു. ആൾക്കാർ വന്ന് അതിനെ വെട്ടാൻ പോവായിരുന്നു. ക്യൂ? നിർമ്മൽ ചോദിച്ചു, അതെന്താ? അപ്പോൾ മീന പറഞ്ഞു, ക്യൂങ്കി ഇസ് പർ ഫൂൽ ഹി നഹി ആ രഹേ ഥേ. ഇതിൽ പൂക്കളേ വരുന്നുണ്ടായിരുന്നില്ല. 6 साल पहले घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. 6 വർഷം കഴിഞ്ഞ് 6 साल 6 വർഷം കഴിഞ്ഞ് വീട് പൂർത്തിയായി. തയ്യാർ ഹോ ജാനെ കെ ബാദ് പൂർത്തിയായ ശേഷം മാനെ ബഗീച്ച ലഗ്വായ ഗാർഡൻ ഉണ്ടാക്കി. ഹരി ഘാസ് ലഗ്വായി പച്ച പുല്ല് വെപ്പിച്ചു. ഫൂലോം കി ക്യാരിയാ ബൻവായി പൂക്കളുടെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വെച്ചു. അമरूद ആം और गुलमोहर के 2 पौधे लगवाए. അമറൂദ് പേരയ്ക്ക, ആം മാംഗോ. പിന്നെ ഈ ഗുൽമോഹർക്ക് 2 വിധം ചെടികൾ വെപ്പിച്ചു. एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे. ഒന്നിൽ നിന്ന് ലാൽ റെഡ് കളറും മറ്റൊന്നിൽ നിന്ന് പീലെ റംഗ് യെല്ലോ കളറുടെ ഫ്ലവറും വരാനാണ് വെച്ചത് ട്രീ. पेड़ लगने के कुछ साल बाद एक में से पीले रंग के फूल निकल आए. पेड़ लगने के कुछ साल बाद മരം വെച്ച കുറച്ച് വർഷത്തിന് ശേഷം പീലെ റംഗ് യെല്ലോ കളർ ഫ്ലവർ വന്നു. लेकिन इस पेड़ पर चौथे साल भी फूल नहीं आए. പക്ഷേ ഈ മരത്തിൽ നിന്നോ 4 വർഷമായിട്ടും ഒരു പൂവും വന്നില്ല. അച്ഛാ തോ ഫിർ. അപ്പോൾ നിർമ്മലിന് എക്സൈറ്റഡ് ആയി. നിർമ്മൽ പറഞ്ഞു, അപ്പോഴോ എന്താ ചെയ്തേ? माँ ने कहा इस पेड़ को कटवाकर दूसरा लगवाते हैं. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ മരം മുറിച്ചിട്ട് കട്ട്വാക്കർ दूसरा लगवाते हैं വേറൊരെണ്ണം വെക്കാം. पर मैं इस पेड़ को बहुत चाहती थी. പക്ഷെ ഞാൻ ഈ മരത്തിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. मैं सोचती इस पेड़ पर फूल तो नहीं आए. ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ മരത്തിൽ നിന്ന്
പൂക്കളൊന്നും വന്നില്ല. പക്ഷേ മഗർ ഇസ്കെ പത്തെ ഓർ ഇസ്കി ഡാലെ കിത്നി സുന്ദർ ഹെ. ഇതിൻ്റെ ലീവ്സ്, ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ എന്ത് രസമാണ്. कितनी ठंडी ठंडी छाया देती है और मेरे कमरे की खिड़की से ये कितना अच्छा लगता है. ठंडी ठंडी ഛായ, നല്ല തണുപ്പുള്ള ഷാഡോ തരും, തണൽ തരുമല്ലോ. പിന്നെ എൻ്റെ മേരെ കമറെ, എൻ്റെ റൂമിൻ്റെ ജനലിന്, കിടക്കി ജനലിൽ നിന്ന് കാണുമ്പോൾ എന്ത് രസമാണ്. मैं सोचती इस पेड़ पर एक ना एक दिन ज़रूर फूल आएंगे. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ മരത്തിൽ എപ്പോഴെങ്കിലും ഒരു പൂവ് വരുമെന്ന്. माँ ने पक्का फैसला लिया था पेड़ कटवाने का. പക്ഷേ അമ്മയോ പക്ക ഫൈസല, നല്ല ഉറച്ച ഒരു തീരുമാനമായിരുന്നു, മരം എന്തായാലും മുറിക്കണം എന്ന്. मैंने माँ से बड़े प्यार से कहा. ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു അമ്മടുത്ത്. माँ अगर अगली गर्मी में भी इस पर फूल ना आए तो आप बेशक इसे कटवा दीजिए. ഞാൻ അമ്മടുത്ത് പറഞ്ഞു, അമ്മേ അടുത്ത ചൂടുകാലത്തും ഇതിൽ പൂക്കൾ വന്നില്ലെങ്കിൽ അമ്മ ഒന്നും ആലോചിക്കാതെ ഇതിനെ മുറിച്ചോളൂ. ബേശക്, ഒന്നും ആലോചിക്കാതെ. മേ ചുക്കെ ചുക്കെ സെ കുച്ച് ഓർ പാനി ദേ ആത്തി. ഞാൻ ആരും കാണാതെ, ചുക്കെ ചുക്കെ ആരും കാണാതെ കുറച്ചും കൂടി അതിൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. കിന്തു ഇസ് ഗർമി മേ ബി ഇസ് പർ കോയി ഫൂൽ നഹീ ഖില. പക്ഷേ ഈ ചൂടുകാലത്തും ഇതിലൊരു പൂവും വന്നില്ല. ഇസ് പർ മേ ബഹോത് ഉദാസ് തീ. അതിന് ഞാൻ വളരെ സങ്കടപ്പെട്ടിരുന്നു. मैंने सोचा माँ इसको ज़रूर कटवा देगी. അപ്പോൾ എൻ്റെ വിചാരം എന്തായിരുന്നു, അയ്യോ അമ്മ ഇത് ശരിക്കും മുറിക്കുമല്ലോ. एक दिन माँ ने माली से कहा इस गुलमोहर को काट दो और इसकी जगह पर दूसरी गुलमोहर लगाओ. ഒരു ദിവസം അമ്മ പൂന്തോട്ടക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഗുൽമോഹർ, ഈ മരം മുറിച്ചിട്ട് വേറൊരു ഗുൽമോഹർ ട്രീ വെച്ചോളൂ. मीना चुपके से गुलमोहर को कुछ और पानी दे आती. वह ऐसा क्यों करती है. പറഞ്ഞില്ലേ, മീന ഒളിഞ്ഞൊളിഞ്ഞ് ഗുൽമോഹർ മരത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കും. അവൾ എന്തിനാ അത് ചെയ്തിട്ടുണ്ടാവുക. എക്സാമ്പിൾ, ഒരു ആൻസർ നമുക്ക് വിചാരിക്കാം. അവൾ ചെയ്തത് ചൂടുകാലല്ലേ, അപ്പോൾ പൂന്തോട്ടക്കാരൻ എത്ര വെള്ളം ഒഴിച്ചാലും കുറച്ചും കൂടി വേണ്ടി വരും, വേഗം വെള്ളം തീരുമല്ലോ. അത് കാരണമാണ് അവൾ ഒളിഞ്ഞൊളിഞ്ഞ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. मैं सारे दिन बहुत उदास रही. कल तो मेरा प्यारा पेड़ होगा ही नहीं. ഈ പൂ കാണാണ്ട് ഞാൻ മുഴുവൻ ദിവസം സങ്കടപ്പെട്ടിരുന്നു. നാളെ കൽത്തോ, എൻ്റെ ഈ പ്രിയപ്പെട്ട മരം ഉണ്ടാവേ ഇല്ലല്ലോ. दूसरे दिन सुबह माँ मुझे जगाते हुए बोली, मीना मीना उठो उठो, तुम्हें कुछ दिखाऊं, ज़रा गुलमोहर को देखो. അടുത്ത ദിവസം രാവിലെ അമ്മ എന്നെ എണീപ്പിച്ചു. ജഗാത്തെ ഹുവേ ബോലി, എണീപ്പിച്ച് പറഞ്ഞു, മീന മീന ഉഠോ ഉഠോ, എണീക്ക്, തുമേ കുച്ച് ദിഖാവോ, നിന്നെ ഒരു സാധനം കാണിക്കാം. ജറാ ഗുൽമോഹർ കോ ദേഖോ, ആ മരം ഒന്ന് നോക്ക്. കഹാ ക്യാ. മേ ആങ്കെ മൽത്തെ ഹുവേ ദേഖ്നെ ലഗി. പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ കണ്ണ് തിരുമ്പി എണീച്ചു. എന്നിട്ട് കഹാ ക്യാ, എവിടെ, എന്ത്. ധ്യാൻ സെ ദേഖോ ഗുൽമോഹർ കെ പത്തോ കെ ബീച്ച്. അവിടെ നോക്ക്, ആ ഇലകളുടെ ഇടയിൽ ഫൂൽ, ഗുൽമോഹർ പർ ഫൂൽ ആയേ ഹേ. പൂവോ, വാവ്, ഗുൽമോഹറുടെ ചെടിയുടെ ട്രീയിൽ പൂ വന്നു. മേ ഖുഷി സെ നാച്ചനെ ലഗി, സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. देखो देखो माँ, मैं कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे. मैं बोली, ഞാൻ പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഈ ചൂടുകാലത്ത് ഈ ഗുൽമോഹറിൽ പൂക്കൾ വരുന്നു. पहली बार आए 5-6 लाल फूल हरे हरे पत्तों में से झांक रहे थे. ആദ്യം വന്ന 5-6 റെഡ് ഫ്ലവർ, ലാൽ ഫൂൽ ഗ്രീൻ ലീഫിൻ്റെ ഇടയിൽ കൂടി ഒളിഞ്ഞു നോക്കണ മാതിരി വന്നിട്ടുണ്ടായിരുന്നു. कितने सुंदर लग रहे थे, എന്തൊരു രസമായിരുന്നു. मैं भाग कर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. റൂമിൽ നിന്നല്ലേ കണ്ടത്, താഴെ വേഗം ഓടിപ്പോയി ഗാർഡനിൽ പോയിട്ട് ആ ഗുൽമോഹർ മരത്തെ നല്ലോണം കെട്ടിപ്പിടിച്ചു. कितनी अच्छी बात हुई, इस बेचारे पर फूल आ गए. ഇതൊക്കെ കേട്ട നിർമ്മൽ പറഞ്ഞു, എന്ത് നല്ല കാര്യം വന്നത്,
ഫൈനലി ഈ പാവം ട്രീയിൽ ഒരു ഫൂൽ വന്നു. इस गुलमोहर को काट दो और इसकी जगह पर दूसरा गुलमोहर लगाओ. माँ के इस मनोभाव पर चर्चा करे. അമ്മ പറഞ്ഞില്ലേ ഈ ഗുൽമോഹർ ട്രീ വേണ്ട, വേറൊരു ഗുൽമോഹർ ട്രീ വെച്ചോളൂ ഇതിൻ്റെ പകരം. അമ്മയുടെ ഈ മനോഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. അമ്മ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? കാരണം ഒരു 4 വർഷമായിട്ടും അതിൽ പൂക്കൾ വരാത്ത കാരണം അമ്മ പറഞ്ഞു ഇനി ഈ മരം കൊണ്ട് ഒരു പ്രയോജനമില്ല, നമുക്ക് ഈ മരം മുറിച്ചിട്ട് വേറൊരു മരം വെക്കാം. हाँ मीना बोली. फिर माँ भी बगीचे में आ गई. അമ്മയും താഴെ ഗാർഡനിൽ വന്നു. मैंने माँ से कहा माँ मैं अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी. മീന അമ്മടുത്ത് പറഞ്ഞു അമ്മ ഞാൻ ഈ ഗുൽമോഹറുടെ 5ാം ബർത്ത്ഡേ ആഘോഷിക്കും. 5 വർഷം കഴിഞ്ഞിട്ടല്ലേ പൂവ് വന്നത്, അത് കാരണം. मैं अपनी सहेलियों को दावत दूंगी. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഭക്ഷണവും കൊടുക്കും. माँ ने खुश होकर कहा ज़रूर यही गुलमोहर की छाया में दावत करो. അമ്മ പറഞ്ഞു ഈ ഗുൽമോഹറുടെ മരത്തിൻ്റെ തണലത്ത് തന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കൂ. अपनी सब सहेलियों को बुलाओ. എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കൂ. मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखा. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. മീന എല്ലാം കഥ പറഞ്ഞു, ഫ്രണ്ട്സിന് കഥ പറഞ്ഞു കൊടുത്തില്ലേ. അപ്പോൾ അവൾ ഗുൽമോഹർ ട്രീയുടെ നേരെ നോക്കി. ഉസ്കോ ऐसा लगा, അവൾക്ക് തോന്നി ഗുൽമോഹർ ചെടിയും സ്വന്തം കഥ കേട്ട് കേട്ട് സുൻതാ സുൻതാ കേട്ട് കേട്ട് മുസ്കുരാ രഹാ ഥാ, ചിരിച്ചുകൊണ്ട് നിൽക്കണ മാതിരി തോന്നി. जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. गुलमोहर के विचार क्या क्या होंगे? ഇപ്പം പറഞ്ഞില്ലേ കേട്ട് കേട്ട് ഗുൽമോഹർ മുസ്കുരാ രഹാ ഥാ, ഗുൽമോഹർ ചിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് പറയാനാണ് പറയുന്നത്. എന്തായിരിക്കും? ഗുൽമോഹർ വിചാരിച്ചിട്ടുണ്ടാവും ഈ മീന കാരണം എനിക്ക് പുതിയൊരു ജന്മം കിട്ടി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വെട്ടാൻ പോവായിരുന്നില്ലേ, അതാണ്. जिसे पुस्तक पढ़ने का शौक है वह सब जगह सुखी रह सकता है. മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ്. ജിസെ പുസ്തക് പഠ്നെ കാ ഷോക്ക് ഹെ, ആർക്കാണ് പുസ്തകം പഠിക്കാനുള്ള ആഗ്രഹം, വേ സബ് ജഗ സുഖി രഹ സക്താ ഹെ, അവർക്ക് എല്ലാവരുടെയും സുഖം മാത്രമേ കിട്ടുള്ളൂ.